അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ സ്വലാത്തിന്റെ അവസാന സമയത്ത് പല പേരിലായി നമ്മൾ വിളിച്ച് അവിടുത്തെ കണക്ഷൻ നമ്മൾ ഊട്ടി ഉറപ്പിക്കുകയാണ്. മദീന എന്ന് പറയുന്ന ഈ ലോകത്തിലെ തന്നെ സ്വർഗമായി മഹാന്മാർ പരിചയപ്പെടുത്തി തന്ന ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്തി ഉറങ്ങുന്ന അല്ലെങ്കിൽ ഈ ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആ ദേശത്തേക്ക് ഈ നാട്ടിൽ നിന്ന് ഒരു കണക്ഷൻ നമ്മുടെ കൽബോട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കണക്ട് ചെയ്യുകയാണ്. നമ്മൾ എന്തിനാണ് ഇത്തരം ഒരു മജ്‌ലിസുകളിൽ ഒരുമിച്ച് കൂടുന്നത്? പലപ്പോഴും നമുക്ക് ആർക്കും അറിയില്ല എന്തിനാണ് ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടുന്നത്. ആഴ്ചയിൽ നടക്കുന്ന ഒരു മജ്‌ലിസിൽ നമ്മളിങ്ങനെ കാലത്തിന്റെ ഒഴുക്കിനനുസരിച്ച് അതൊരു ഞായറാഴ്ച വൈകുന്നേരം മഗ്‌രിബിന് ശേഷം പള്ളിയിൽ ഒരു സ്വലാത്തുണ്ട്. അത് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു, അതിന്ന് നടക്കുന്നു, അത് പോകൽ നിർബന്ധമാകുന്നു. വീട്ടിൽ നിന്ന് ഉമ്മ ചീരണിയിൽ നിന്ന് സ്വലാത്തിന് പോകണമെന്ന് പറയുമ്പോൾ നമ്മൾ പോരുന്നു. എന്തിനാണ് നമ്മൾ ഈ ദിക്റുകളിൽ ഒരുമിച്ച് കൂടുന്നത്? എന്തിനാണ് ഈ ദിക്റുകളിൽ ഒരുമിച്ച് കൂടുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. നമ്മുടെ ദിനംപ്രതി റബ്ബിനോട് നമ്മൾ എപ്പോഴും റബ്ബിനോട് നമ്മൾ ശത്രുത കാണിക്കുകയാണ്, എപ്പോഴും നമ്മൾ തിന്മ ചെയ്യുകയാണ്. റബ്ബ് പറഞ്ഞ ഓരോ പ്രവൃത്തിയോടും നമ്മൾ എതിര് കാണിക്കുകയാണ്. തിന്മകളിലേക്ക് നമ്മൾ ഇങ്ങനെ ആണ്ട് പൂണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. റബ്ബ് പറയുന്നു, അല്ലാഹു മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ഉളരിക്കോളൂ ജനങ്ങളെ. ഉളരുക എന്ന് പറഞ്ഞത് സാവധാനം പോകണമെന്നല്ല. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്? ഒന്നുകൂടെ പ്രായം കൂടിയിട്ട് വേണം എനിക്കൊന്ന് പള്ളിയിൽ പോയിരിക്കാൻ, എന്റെ മുടിയൊന്ന് നിരച്ചിട്ട് വേണം എനിക്കൊന്ന് പള്ളിയിൽ ഇരിക്കാൻ, എന്റെ മുട്ടിന് വേദന വന്ന് തുടങ്ങിയത് മുതൽ വേണമെന്ന് നിസ്കരിക്കാൻ. അതുവരെ അദ്ദേഹത്തിന്റെ ആഫിയത്ത് മുഴുവനും ദുനിയാവിന് വേണ്ടി ചെലവഴിച്ചു പോകാണ്. റബ്ബ് പറയുന്നു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. അല്ലാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക് ഉളരൂ ജനങ്ങളെ. എന്നിട്ട് പറയാണ്, വജന്നത്തിൻ റബ്ബുസ് സമാവാതി വൽ അർദ്. എന്തേ? അവന്റെ സ്വർഗ്ഗത്തിലേക്കും നിങ്ങൾ ഉളരൂ ജനങ്ങളെ. എങ്ങനത്തെ സ്വർഗ്ഗമാണ്? ആ സ്വർഗ്ഗത്തിന്റെ വീതിയും വിസ്താരവും ആകാശഭൂമികളെക്കാൾ വിസ്താരമാണ്. ആ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ ഉളരൂ എന്ന പരിശുദ്ധ ഖുർആൻ. അത് ആർക്ക് ലഭിക്കാനാ മുഅ്മിനേ? ആ സ്വർഗ്ഗത്തെ റബ്ബ് സംവിധാനിച്ചു വെച്ചത് ഉഇദ്ദത്തുൽ മുത്തഖീൻ. അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ച സ്വർഗ്ഗമാണ്. നമ്മുടെ മുത്തഖിയാണോ? നമ്മുടെ മുത്തഖിയാണ് എങ്കിൽ മൂന്ന് അടയാളം പരിശുദ്ധമായ ഖുർആനിൽ റബ്ബ് നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. അതിന്റെ തൊട്ടടുത്ത ആയത്തിൽ റബ്ബ് പറയാണ്, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാ. അതേ, ഒരാൾ സന്തോഷം വരുന്ന സമയത്ത് അവൻ ചെലവഴിക്കുന്നവനാ. അവന്റെ വീട്ടിലൊരു കുഞ്ഞ് ജനിക്കുന്ന, അല്ലെങ്കിൽ അവനക്ക് നല്ല സമ്പത്ത് വരുന്ന, അവനക്ക് കുറിയടിക്കുന്ന, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധേന സന്തോഷങ്ങൾ വരുന്ന എങ്കിൽ അവൻ ചെലവഴിക്കുന്നു. അങ്ങനെ ചെലവഴിക്കുന്നവൻ മുത്തഖിയാണെന്ന് പരിശുദ്ധ ഖുർആൻ. പിന്നെ പറയുന്നു, എന്താ? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ. സങ്കടം വരുന്ന സമയത്തും അവനിക്ക് മോശമായ അവസ്ഥയിലാണെങ്കിലും അവൻ ചെലവഴിക്കുകയാണ്. ഒരു മുതൽ മാത്രമല്ല ചെലവഴിക്കാനുള്ളത്, നമ്മുടെ ആരോഗ്യം ചെലവഴിക്കാനുള്ളതാണ്, നമ്മുടെ ചിന്ത ചെലവഴിക്കാനുള്ളതാണ്. മുഅ്മിനീങ്ങളെ, ഈ പള്ളിയിലേക്ക് നിങ്ങൾ വന്നിരുന്നത് എത്രയോ ത്യാഗം സഹിച്ചായിരിക്കാം. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ചെലവഴിച്ചത് ദീനിന് വേണ്ടിയാണ്. നിങ്ങളുടെ യുവത്വം ചെലവഴിച്ചത് ദീനിന് വേണ്ടിയാണ്. അങ്ങനെ ചെലവഴിക്കുന്നത് നല്ല സമയങ്ങളിലും മോശം സമയങ്ങളിലും ദീനിന് വേണ്ടി ചെലവഴിക്കുന്നവൻ അത് മുത്തഖിയുടെ അടയാളമാണെന്ന് പരിശുദ്ധ ഖുർആനിൽ റബ്ബ് രേഖപ്പെടുത്താണ്.
അവന്റെ ശരീരത്തിനെ മുറുക്കി പിടിച്ച് ഇനി ഞാൻ ഒന്നിലേക്കുമില്ല, ഒരാളെയും പഠിക്കാനില്ല, ദേഷ്യപ്പെടാനില്ല, അങ്ങനത്തെ രീതിയിൽ ശരീരത്തിനെ പിടിച്ചു വെക്കുന്നവരാണ്. അത് രണ്ടാമത്തെ അടയാളം പരിശുദ്ധ ഖുർആനിൽ പറയാണ്. ഈ അടയാളം ഉണ്ടെങ്കിൽ അവൻ സ്വർഗ്ഗത്തിന് അവകാശിയാണ്. മൂന്നാമത്തത് പറയുന്നത് അല്ലാഹു പറയാണ്, വഅഫീന അനിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നല്ലത് പ്രവർത്തിക്കുന്നവരാരുണ്ടോ, ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ആര് മുൻപന്തിയിൽ വരുന്നോ, ഒരാൾ രോഗിയായി കിടക്കുന്ന അയാൾക്ക് ചികിത്സയ്ക്ക് വേണ്ട പണം വേണം, ഒരാൾ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളിൽ കിടക്കുന്ന അയാൾക്ക് അതിനുള്ള പണം വേണം, ഒരാൾ മറ്റെന്തെങ്കിലും പ്രയാസങ്ങളിൽ കിടക്കുന്നുവെങ്കിൽ അയാൾക്കൊരു താങ്ങും തണലുമായി നമ്മുടെ ആത്മാർത്ഥതയോടെ നിലനിൽക്കുന്നുവെങ്കിൽ അയാൾ മുത്തഖിയാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ആ മുത്തഖികൾക്ക് അല്ലാഹു മുത്തഖികൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗ്ഗം, ആ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ ഉടലിക്കോളൂ എന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. അല്ലാഹു കബൂലാക്കി തരട്ടെ. ഈ മജ്‌ലിസ് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇത്ര പ്രൗഢമായ മജ്‌ലിസ് നമ്മൾ ആലോചിച്ചു. ഈ നാട്ടിൽ തങ്ങൾക്ക് പറയാൻ കീഴ്ത്തോണിയില്ലേ, കീഴ്ത്തോണി ജമാഅത്തിൽ എത്ര മനുഷ്യന്മാർ ഈ നാട്ടിലുണ്ട്, നിങ്ങൾക്ക് എത്ര വർക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ സ്വയം വിലയിരുത്തി നോക്കൂ. എത്ര ആൾക്കാർക്ക് ഈ തൗഫീഖ് കിട്ടിയില്ല. ഈ പള്ളിയിൽ ഇരുന്ന് ഈ സ്വലാത്തിനെ റസൂലുള്ളാഹിനെ വിളിക്കാൻ, സ്വലാത്ത് ചെല്ലാൻ, ദിക്ർ ചെല്ലാൻ എത്ര ആളുകൾക്ക് തൗഫീഖ് കിട്ടിയില്ല. പക്ഷെ നമുക്ക് അല്ലാഹു നമ്മളെ തെരഞ്ഞെടുത്തിട്ട് ഉണ്ട് എങ്കിൽ അല്ലാഹു എന്തോ ഒരു ഖൈറ് നമ്മളെ കൊണ്ട് വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മളൊന്ന് അല്ലാഹുവിലേക്ക് താഴെ കേറി വീണ് അവനിക്ക് വേണ്ടി ഒതുങ്ങുക. അല്ലാഹു കബൂലാക്കി തരുമാറാവട്ടെ. നമ്മുടെ മജ്‌ലിസിനെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നേതൃത്വം നൽകുന്ന ഉസ്താദിനും അല്ലാഹു തആല വലിയ ആഫിയത്തും ഹിമ്മത്തും അല്ലാഹു തആല കൊടുക്കുമാറാവട്ടെ. ഒരു ജനതയെ നയിക്കാൻ, ഈ നാട്ടിനെ നയിക്കാൻ അല്ലാഹു തആല നമ്മളെ തൗഫീഖ് നൽകട്ടെ, ദീർഘായുസ്സ് നൽകട്ടെ, പ്രയാസങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും വേണ്ടി ഉസ്താദ് ദുആ ചെയ്യും, എനിക്കും വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം അല്ലാഹു തആല റാഹത്താക്കി തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ റബ്ബർ റഹീം. എല്ലാവരും ദുആ കൊണ്ട് എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.